ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്ന ഒരു ഗ്രോത്താണ്. ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പാർട്ട്ണർ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നത്. ഇവിടെ മൂൺ എനർജി കിട്ടിയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഹിഡൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരു പക്ഷേ നിങ്ങൾക്കിത് അറിയുന്നുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പോഴും ഹിഡൻ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സീനായിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലൊരു ഗ്രോത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഗ്രോത്തും സ്റ്റെബിലിറ്റിയും, അതുപോലെ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നൽകാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ്. ഒരു പക്ഷേ നേരത്തെ നിങ്ങളെ ഒരു വിലയുമില്ലാതെ ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഇതേ വ്യക്തി തന്നെ ഇപ്പോൾ നിങ്ങളെ വാല്യുബിളാക്കി മാറ്റണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയോ ഹിഡനായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്ന ആ നിമിഷം തന്നെ അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആകുകയാണ്. നിങ്ങളെ വേണമെന്നുള്ളതിൻ്റെ ആഗ്രഹം മാനിഫെസ്റ്റ് ആകുകയാണ്. ഇത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായേക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും എന്തൊക്കെയോ പേടിയും ഉത്കണ്ഠയുമാണുള്ളത്. അവർക്കത് കാരണം ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിലുണ്ടായ അനുഭവങ്ങളായിരിക്കാം ഈ വ്യക്തിക്ക് പേടിയും നിരാശയും ഉണ്ടാക്കുന്നത്. അത് കാരണം അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണുള്ളത്. അത് കാരണം ഈ വ്യക്തിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, കരയുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. പാസ്റ്റിൻ്റെ വേദന ആ വ്യക്തി ഒരുപാട് വേട്ടയാടുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ഒരു ബ്രേക്കപ്പിൻ്റെ ആ ഒരു പെയിൻ ആയിരിക്കാം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കുറ്റബോധമോ നിരാശയോ ഒക്കെ ആയിട്ടുള്ള ഫീൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് അവർ ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജസ്റ്റിസ് തരണമെന്നാണ്. ഒരു പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം തേർഡ് പാർട്ടി എനർജി ഒന്നും കാണുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്ന് ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ചിന്തിക്കുകയാണ്. തന്നെയുമല്ല, ഇനിയും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റായിട്ടാണ് ഈ വ്യക്തിയുടെ തിരിച്ചുവരവുള്ളത്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറേ ആയിരിക്കാം. പക്ഷേ ഇപ്പം അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ട്. അത് കാരണം അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്.
നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളൊരു പക്ഷേ ഈ വ്യക്തിയെ ഒരുപാട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് ഗൈഡൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം, മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്. തന്നെയുമല്ല, നിങ്ങളിപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ അനുഭവങ്ങളായിരിക്കാം നിങ്ങളെ ഈ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ വ്യക്തിയുമായി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും അതിനെപ്പറ്റി ഒരു ഡിസിഷൻ നിങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധമുണ്ട്. എങ്ങോട്ടാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ച ഒരുപാട് ലെസൺസ് നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് കാരണം ഈ വ്യക്തിയുമായിട്ടുള്ള ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്ന് നിങ്ങളിപ്പോൾ വളരെയധികം ചിന്തിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായിട്ട് തുടരാനാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്. അത് കാരണം ഈ വ്യക്തിയെ വിട്ട് കളയാനായിട്ട് നിങ്ങൾ ഒരുക്കമല്ല. ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളെ ഒരു സമയത്ത് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ ഉപേക്ഷിച്ചതായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളിലൂടെ തിരികെ വേണമെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഇൻഡിസിഷനാണുള്ളത്. നിങ്ങൾക്ക് ആ വ്യക്തിയെ വിട്ട് കളയാനും പറ്റുന്നില്ല, എന്നാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമയോടെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഒരു സമയം. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതിൻ്റെ ആ ഒരു ക്ഷമയോടു കൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇൻഡിസിഷനാണുള്ളത്. നിങ്ങൾക്കൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഈ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോണ്ടിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കാം. റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇവിടെ ഒരു റീയൂണിയൻ തന്നെയാണ് കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുക്ക തിരിച്ചു വരുന്നതാണ്. അതും നിങ്ങളുമായിട്ട് തിരികെ വന്നിട്ട് നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരാനാണ് ഈ വ്യക്തിയുടെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ കാണുന്ന ഒരു റീയൂണിയൻ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഗൈഡൻസും കൂടെ നോക്കാം. നിങ്ങളുടെ ലൈഫിലെ ഒരു സൈക്കിളാണ് എൻഡ് ആയത്. ഈ ഒരു സൈക്കിൾ എൻഡ് ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഈ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായതെന്നും എന്തൊക്കെ ലെസൺസ് ആണ് നിങ്ങൾ ലേൺ ചെയ്തതെന്നും എല്ലാം അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം അത് കാരണം ഈ ഒരു സൈക്കിൾ എൻഡ് ആയതുകൊണ്ട് തന്നെ പാസ്റ്റിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം ലെറ്റ് ഗോ ചെയ്ത് പുതിയൊരു തുടക്കത്തെ സ്വീകരിക്കുക. അതാണിപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഒരു ചാപ്റ്റർ ക്ലോസ് ആയിരിക്കുന്നു. ഇനി അടുത്ത ഒരു പുതിയ ചാപ്റ്ററാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ പാസ്റ്റിൻ്റെ ഒരു കാര്യങ്ങളും ഇനിയുള്ളൊരു ചാപ്റ്ററിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയൊരു പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ എൻഡായ ഒരു സമയത്ത് നിങ്ങൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം പോകാനായിട്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായി ഒരു റീയൂണിയൻ ഉടനെ ഉണ്ടാകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ റീയൂണിയൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്ന സമയത്ത് പാസ്റ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ആ പേഴ്സണോട് ചോദിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും പോകരുത്. നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം പോകാൻ. പാസ്റ്റിൻ്റെ ലെസൺസ് എല്ലാം ഉൾക്കൊണ്ട്
നിങ്ങൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുക. അല്ലാതെ പാസ്റ്റിൻ്റെ കാര്യങ്ങളും വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അതാണിപ്പോൾ യൂണിവേഴ്സ് തന്ന ഗൈഡൻസ് ഇതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്ന ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ എൻഡായ സമയത്ത് നിങ്ങൾ പുതിയൊരു ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലേക്ക് വേണം പോകാനായിട്ട്. ഇനി പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. എല്ലാവരും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.